ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് അളവിൽ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമായിട്ട് അളന്നിട്ട് 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുവരേക്കും ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വെള്ളവുമായിട്ട് യോജിച്ച് കിട്ടും. ഇപ്പോൾ അരിപ്പൊടിയും വെള്ളവുമായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇനി ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. സാധാരണ ഇടിയപ്പത്തിന് വേണ്ടി നമ്മൾ പൊടി എടുക്കുമ്പോഴത്തേക്ക് ചില പൊടികളിൽ വെള്ളം ചൂടാക്കി ഒഴിക്കുമ്പോഴത്തേക്ക് ചില സമയം നമുക്ക് കറക്റ്റായി കിട്ടും. ചില സമയം ഓരോ പൊടികളുടെ ഇതനുസരിച്ച് ചിലപ്പം കറക്റ്റായി കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് പൊടിയാണെങ്കിലും ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ കറക്റ്റ് ഒരളവിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ കുഴക്കേണ്ടുന്ന ആവശ്യവുമില്ല. ഇപ്പോൾ പൊടിയിലുള്ള വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഇതിൽ തന്നെ വെച്ചിരിക്കരുത്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം കയ്യിലൊന്ന് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിൽ നിന്ന് കുറച്ചായി മാവെടുത്ത ശേഷം ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുന്ന പരുവത്തിൽ മാവ് ഉരുട്ടി റെഡിയാക്കി വെക്കാം. ഇപ്പോൾ ഞാനിത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് വെച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ മാവും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ അടപ്പൊന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മാവൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു തട്ടിൽ മുഴുവനായിട്ടും മാവ് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റേ തട്ടിലും ചുറ്റിച്ചു കൊടുക്കുവാണ്. ഇതേപോലെ തന്നെ 2 തട്ടിലും മാവ് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇടിയപ്പത്തിൻ്റെ ചെമ്പിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഇത് 2 തട്ടും ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇടിയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇടിയപ്പമാണ്. ഇതേപോലെ തന്നെ എല്ലാ ഇടിയപ്പവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.